കഴിഞ്ഞ ആഴ്ച കാലം മുഴുവൻ ഞങ്ങൾ ജോലിയിലായിരുന്നപ്പോൾ, യാത്രയിലായിരുന്നപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വലിയ സാന്നിധ്യം കർത്താവെ ഞങ്ങൾ അനുഭവിച്ച് കർത്താവെ. കഴിഞ്ഞ ആഴ്ച കാലം ഞങ്ങളുടെ നോട്ടം, ചിന്താഗതി, പ്രവൃത്തി, സംസാരത്തിൽ കൊടുക്കൽ വാങ്ങൽ എന്റെ കർത്താവെ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ കർത്താവെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരം അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. ദൈവമേ, ഞങ്ങളുടെ വചനം പറയുന്ന പോലെ നാളുകൾ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ വചനം പറയുന്ന 2 or 3 പേർ ഞങ്ങളുടെ നാമത്തിൽ എവിടെ കൂടിയാലും അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവമേ, ഇന്നത്തെ ആരാധന ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ, വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീഡ് ചെയ്യുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, ഞങ്ങൾ എല്ലാവരും ആത്മാവിൽ ഒരുമനപ്പെട്ട കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ, പാടുവാൻ കർത്താവെ സഹായിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, ആരാധനയിൽ ജയമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട് കർത്താവെ. എന്റെ ദൈവം അത്ഭുതങ്ങൾ നടക്കാറുണ്ട് കർത്താവ്. ഇതെല്ലാം ഇന്ന് പ്രാപിക്കും കർത്താവെ. അവിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ, നല്ല സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. നല്ല ആലോചനകൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, കുഞ്ഞുങ്ങൾ സെഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, അവർ പറയുന്ന ഓരോരോ വാക്യങ്ങൾ അവരുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഒരു ബ്ലെസ്സിംഗ് ആയി മാറുന്ന നാൾ വാഴ്ത്തുന്ന കർത്താവെ. നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, എന്റെ ദൈവം ജനന്മകൾ ഉപകാരങ്ങൾ ഓർത്ത കർത്താവെ. എന്റെ ദൈവമേ, ദൈവസന്നിധിയിൽ നിന്ന് കർത്താവെ സാക്ഷ്യം പറയുവാൻ ജനത്തെ സഹായിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ കൂടി വന്ന കർത്താവ് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കണമേ, മാനിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, ഈ സമയത്തിൽ കർത്താവെ, എന്റെ ദൈവമേ, ഭാരപ്പെടുന്ന കർത്താവെ, ജോബിനത്തിന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, ദൈവിക സാന്നിധ്യം, സമാധാനം അവരുടെ മേൽ അങ്ങ് പകരണമേ കർത്താവെ. എന്റെ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയുടെ ആരംഭം മുതൽ അവസാന സെഷൻ വരെ എന്റെ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്ന നാൾ വാഴ്ത്തുന്ന കർത്താവെ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തന്ന എല്ലാം നന്മകൾ എന്റെ യേശുവിന്റെ പുണ്യരക്തത്താൽ മുദ്രയിടുന്ന കർത്താവെ. ഈ ആലയം ചുറ്റും മുഴുവൻ ദൂതന്മാർ കാവലുണ്ടാകണമേ. എന്റെ ദൈവമേ, എല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. You
Hallelujah.
ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അതിർത്തികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അവസാന വാക്യം ചേർന്ന് വായിക്കാം. മേച്ചിൽ പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവയാർക്കെയും പാടി. നല്ല സമയത്തിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ, നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും ആമേൻ, സ്തോത്രം, ഒരു സമാധാനമുള്ള ന്യൂസ് നമുക്ക് കേൾക്കാൻ ഇപ്പൊ ഇടയാകുന്നില്ല. അനേകർ ഹോസ്പിറ്റലിന്റെ വാതിക്കയിൽ വന്ന് ഓക്സിജൻ കിട്ടാതെ ലോകത്ത് നിന്ന് വിട പറയുന്നു. അതുപോലത്തെ അവസ്ഥയാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് പുതിയുന്നു. സ്തോത്രം. കർത്താവിന്റെ ഹിതം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. കർത്താവിന്റെ ഹിതം നിറവേറും. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എല്ലാവർക്കും സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു തോട്ട് വന്നു. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഏകദേശം അതിന്റെ റിലേറ്റഡ് തന്നെയാണ്. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിനർത്ഥം എന്തെങ്കിലും ഉണ്ടോ? അതുപോലത്തെ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ജനം അവരുടെ പാപം വിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു മടങ്ങി വന്നാൽ കർത്താവ് ആ ദേശത്തെ ഹീൽ ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് സ്തോത്രം അടുക്കാറായി. ഹല്ലേലൂയ. എന്ത് നാളെ സംഭവിക്കും ആർക്കും ഒന്നും അറിയില്ല. എത്ര പണമുണ്ടെങ്കിലും എത്ര പദവി അധികാരം കയ്യിലുണ്ടെങ്കിലും ഒന്നും നമ്മളെ പിടിച്ച് നിലനിർത്തത്തില്ല. സ്തോത്രം. കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ നന്ദി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണണം. സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തം ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഹല്ലേലൂയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21 വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21. ഹല്ലേലൂയ. അതിന്റെ കൂടെ തന്നെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:6-7 വരെ വായിക്കാം. ബുക്ക് ഓഫ് കൊളോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6-7. വിശ്വാസത്തിൽ ഉറച്ചും
ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്റെ ദൈവമേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി വാഴ്ത്തുന്നു. എന്റെ ദൈവമേ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ സഹായിക്കണമേ. അടിനെയും ജനതയും ഏൽപ്പിക്കുന്ന കർത്താവെ, എന്റെ ദൈവമേ, അങ്ങ് തരുന്ന ആലോചനകൾ മാത്രം പറയുവാൻ സഹായിക്കണമേ. കർത്താവെ, വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. കർത്താവ് ഇനിയും ഞങ്ങൾ അനുഭവിക്കും. കർത്താവെ, അടിനെ കർത്താവെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥനകരനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:6, 7 വായിച്ചത്. ഇതിനകത്ത് 21-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസിന്റെ 1:21 വാക്യം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, For to me to live is Christ and to die is gain. നമ്മളിത് വളരെ ഫെമിലിയർ ആയ, വളരെ കേട്ട ഒരു വാക്യമാണ്. അതുപോലെ തന്നെ കൊലോസ്യർക്ക് എഴുതിയ 2:6 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ, കണ്ടിന്യൂ ടു ലിവ് യുവർ ലൈഫ്സ് ഇൻ ഹിം. അവനിൽ ജീവിക്കുവിൻ. കണ്ടിന്യൂ ടു ലിവ് യുവർ ലൈഫ് ഇൻ ഹിം. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ പറയുന്നു, ഹല്ലേലൂയ, ഫോർ മീ ടു ലിവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണം. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മരിച്ചാൽ അതെനിക്ക് ലാഭം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ചത്, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, ഈ ലോകത്തിന്റെ എല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ സ്തോത്രം, നേടിയത് എല്ലാം വ്യർത്ഥമാണ്. കോവിഡിന്റെ സമയത്തിൽ ലോകമെമ്പാടും അധികാരത്തിൽ ഇരിക്കുന്നവനും സാധാരണ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഈ കോവിഡ് ഇൻഫെക്ഷന് നിൽക്കുന്ന നിൽപ്പിലാണ് ഒരു മനുഷ്യന്റെ ജീവൻ കയ്യിൽ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും പണം ചില കാര്യത്തിന് മേടിക്കാൻ കിട്ടത്തില്ല കേട്ടോ. പണം ഒരിക്കലും ഒരാളുടെ നിത്യതയെ മേടിക്കാൻ കിട്ടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സാധിക്കത്തില്ല. സാധാരണ ഓക്സിജൻ സിലിണ്ടർ പോലും കിട്ടാൻ നമ്മുടെ പണത്തിന് സാധിക്കുന്നില്ല. അപ്പൊ നിത്യത എന്തുമാത്രം ദൂരെയാണ്. സ്തോത്രം. ഇന്ന് ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ ആണെങ്കിലും അവരുടെ ഗോസ്പലിൽ സ്തോത്രം, പണം, സൗകര്യം, സുഖം, സമാധാനം, ഇതാണ് പറയുന്നത്. പക്ഷെ ക്രിസ്തു എന്ന വാക്ക് ഒട്ടുമില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നമുക്ക് നല്ലവണ്ണം അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം എങ്ങനെ ഇരുന്നവനാണ്, എങ്ങനെ ഇരുന്നതാണ്. നല്ല സുഖത്തിലും സൗകര്യത്തിലും നിന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ, ഫോർ മീ ടു ലിവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. മരിക്കാൻ അദ്ദേഹത്തിന് പേടിയില്ല. മരിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും സ്വന്തം പേടിയില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയൻസ് ലേഖനം അതിന്റെ 3:8 വാക്യത്തിൽ പറയുന്നത്, നേടിയത് എല്ലാം ഗാർബേജ് ആണ്. 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, what is more, I consider everything a loss because of the surpassing worth of knowing Christ Jesus my Lord, for whose sake I have lost all things. I consider them garbage that I may gain Christ. ക്രിസ്തുവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്തുവാണ്, ജീസസ് ക്രൈസ്റ്റ് ആണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ ജീവിക്കുമ്പോഴാണ് നേടിയതെല്ലാം, ഉള്ളതെല്ലാം അത് ഗാർബേജ് ആണെന്ന് നമുക്ക് സ്വന്തം ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ക്രിസ്തുവിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ to live in Christ? നമ്മൾ പറയുന്നു, സ്തോത്രം, ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തം ജീസസ് ക്രൈസ്റ്റിന്റെ മോനാണ്, മകളാണ്. കർത്താവായ ദൈവം എന്റെ പിതാവാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്റെ ദൈവമാണ്, എന്റെ രാജാവാണ്. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും, കർത്താവിന് വേണ്ടി ഞാൻ മരിക്കും, കർത്താവിന് വേണ്ടി ഞാൻ പ്രവൃത്തികൾ ചെയ്യും. എന്തുവാണ്? What does it mean to live in Christ? അതാണ് കൊലോസ്യർക്ക് വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, continue to live in Christ. അതിന്റെ 3 കാര്യങ്ങൾ, സബ് ടൈപ്സ് ആയിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. പക്ഷെ കണ്ടൻസ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്നു. സ്തോത്രം. ആദ്യം ക്രിസ്തുവിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഹിതത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. കർത്താവിന്റെ ഹിതത്തിനു വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി വെക്കണം. സ്തോത്രം.
സ്തോത്രം. We have to submit ourselves to the plan of God. അതാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്തത്. ഡമസ്കസിൽ വെച്ച് കർത്താവിന്റെ ഒരു ഇടപെടൽ കഴിഞ്ഞപ്പോൾ സ്തോത്രം ശൗൽ അപ്പോസ്തലനായ പൗലോസായി മാറി. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം എങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്? അനേക സമയം കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂടെ സമയം ചെലവാക്കി. ആമേൻ. സ്തോത്രം. സഭകളിൽ പോയി ദൈവത്തിന്റെ വചനം പഠിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്. സോ ആദ്യം ക്രിസ്തുവിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവത്തിന്റെ പ്ലാനിൽ ആമേൻ നമ്മളെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് കർത്താവിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. ആമേൻ. സ്തോത്രം. പകുതി ആൾക്കാർക്ക് ഇതിനു വേണ്ടി സമയമില്ല. പകുതി ആൾക്കാർക്ക് ആമേൻ ഈ പ്ലാന് ദൈവത്തിന്റെ പദ്ധതികൾ എന്താണ് അറിയുവാന് അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് പ്രാർത്ഥിക്കുവാന് ജനങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. ലോകത്തിന്റെ നീ എന്ത് നേടിയാലും, ലോകത്തിൽ നീ എത്ര പദവി നീ നേടിയാലും, ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ദയ ആമേൻ ഇല്ലെങ്കിൽ ആമേൻ. സ്തോത്രം. ഈ കോവിഡിനെ ഭൂമിയിൽ മാറ്റിക്കളയും. വാക്സിനേഷൻ തുടങ്ങി. പക്ഷെ അതുപോലെ അതിന്റെ കാട്ടിലും വേഗതയായി അതിന്റെ മ്യൂട്ടന്റ് സ്ട്രെയിൻസ് ഇഷ്ടം പോലെ ലോകത്തിലുണ്ട്. ആമേൻ. ചില ബ്രസീൽ സ്ട്രെയിൻസ് എന്ന് കേൾക്കാം, ചില UK സ്ട്രെയിൻ കേൾക്കാം. ഇപ്പൊ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഫെക്റ്റഡ് ആയ സ്ട്രെയിൻ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സമയം ഒന്നുമില്ല. 2022 ഞാൻ ചിന്തിക്കാം, 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ അവസാന സമയത്തിൽ ആമേൻ 31 ഡിസംബറിൽ ഞാൻ ഒരു തീരുമാനം എടുക്കാം. അതിനുള്ള സമയം ഇപ്പോ ഇല്ല. ഈ സമയമാണ് നിങ്ങളുടെ സമയം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് submit to the plan of God. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഉണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതികൾ നിറവേറാൻ വേണ്ടി ജീവിതം സമർപ്പിക്കുവിൻ. അതുകൊണ്ടാണ് ഫിലിപ്പീൻസിന്റെ 1:12-13 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു സാക്ഷ്യം അവിടെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറയട്ടെ, കർത്താവിന്റെ പദ്ധതികൾക്ക് ആമേൻ അപ്പോസ്തലനായ പൗലോസ് ജീവിതം മാറ്റിയോണ്ടാണ് ഇതുപോലത്തെ ഒരു സാക്ഷ്യം അപ്പോസ്തലനായ പൗലോസിന് പറയാൻ സാധിക്കുന്നത്. ഇവിടെ 12 വാക്യത്തിൽ വായിക്കുന്നു, Now I want you to know, brothers and sisters, that what has happened to me has actually served to advance the gospel. 13 വാക്യം, as a result it has become clear that through the whole palace guard and to everyone else that I am in chains for Christ. ക്രിസ്തുവിൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിൽ I am in chains for Christ. ആമേൻ. നീ ദൈവത്തിന്റെ പ്ലാൻസിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയായി നിനക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്ര പേർക്ക് ആ കാര്യം മനസ്സിലായി? സ്തോത്രം. What does it mean to live in Christ? It means to submit to the plan of God. ദൈവത്തിന്റെ പ്ലാനിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ഒരു സാക്ഷ്യം. ആമേൻ. You will be a testimony for Christ. നാളെ നിനക്ക് പറയാൻ സാധിക്കും, എന്റെ കഷ്ടതയിൽ, ആമേൻ, എന്റെ ഭാരത്തിൽ, ആമേൻ, സ്തോത്രം, ലോകം എന്നെ കൈവിട്ടു, പക്ഷേ എന്റെ നസ്രനായ ദൈവം എന്നെ കൈവിട്ടില്ല. ഹല്ലേലൂയ. എത്ര പ്രതികൂലം ഞാൻ സഹിച്ചാലും, എത്ര നിന്ദകൾ ഞാൻ സഹിച്ചാലും നീ എനിക്ക് സാക്ഷ്യം പറയും. കാരണം നിനക്കറിയാം ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്റെ ജീവിതത്തിൽ ദൈവം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. So submit yourself to the plan of God. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പഴയ ജീവിതത്തോട്ട് മാറിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ടേൺ വന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിനോട്, ആമേൻ, ദൈവം നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടില്ലേ? ആമേൻ. അനേക പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചില വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ? ആമേൻ. സ്തോത്രം. നിങ്ങൾ ഉറങ്ങുമ്പോൾ, നിങ്ങൾ ജാഗരിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ആലോചനകൾ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. അതിനെ മനസ്സിലാക്കി എത്ര പേർ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നോക്കുന്നു. സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, സമയം ഒത്തിരി
കയ്യിലില്ല. ഹല്ലേലൂയ. യൗവനക്കാർ, പിള്ളേര്, കുഞ്ഞുങ്ങൾ, മുതിർന്നവര്, അവൻ ഒരാളെ പോലും കോവിഡ് വിടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എത്ര വൈറ്റമിൻ സി എല്ലാ ദിവസവും കഴിച്ചാലും, നീ എത്ര ഫിഷ് ഓയിൽ എത്ര ദിവസം കഴിച്ചാലും, നീ എത്ര ന്യൂട്രീഷ്യസ് ഫുഡ് എല്ലാ ദിവസം കഴിച്ചാലും, നീ എത്ര ജിമ്മിൽ പോയി സമയം ചെലവിട്ടാലും, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവാക്കുന്ന സമയത്തെ അവൻ സ്തോത്രം അതിനെ മാറ്റാൻ ഈ ലോകത്തിന്റെ ഒരു ഡയറ്റിന് പോലും, ഈ ലോകത്തിന്റെ ഒരു ജിമ്മിന്റെ എക്സസൈസിന് പോലും സാധിക്കത്തില്ല. ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇടപെടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം ദൈവസഭേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതാണ് ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നത് പറയുന്നത്. അല്ലെങ്കിൽ സൺഡേ മാത്രം വന്ന് ആമേൻ സ്തോത്രം എന്റെ ഡ്യൂട്ടി മാറ്റിയ 2 മണിക്കൂർ കൈയടിച്ച് തിരിച്ചു പോയി വേണ്ടതുപോലെ ജീവിക്കാനും അവൻ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് പറഞ്ഞാൽ അവൻ എന്നെ ലോകം ശാസിച്ചാലും, എന്നെ ലോകം എന്നോട് നിന്ന് പറഞ്ഞാലും, എന്നെ ലോകം എന്നെ ഇൻസൾട്ട് ചെയ്താലും ആമേൻ പറഞ്ഞ ഒരു സാക്ഷ്യം, ഞാൻ ക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ടവൻ. I am in chains for Christ. ആമേൻ സ്തോത്രം. ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നേടിയതെല്ലാം ഗാർബേജ് ആണ്, നേടിയതെല്ലാം വ്യർത്ഥമാണ്, നേടിയതെല്ലാം വേസ്റ്റ് ആണ്. എന്റെ ക്രിസ്തു എന്റെ ദൈവത്തെ അറിഞ്ഞതാണ് എന്റെ ജീവിതത്തിലുള്ള ഭാഗ്യം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, for me ആമേൻ സ്തോത്രം, to live is Christ and to die is gain. മരിക്കാൻ എനിക്ക് പേടിയില്ല. കാരണം എനിക്കറിയാം, ഞാൻ കുഴിയിൽ കടന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ പൗലോസിനെ വ്യാപരിച്ച ഒരു ആലോചന സമയത്തിൽ ഉണ്ടായിരുന്നു. അവൻ ഞാൻ കുഴിയിൽ കടന്നാലും അവൻ കാഹളം ധ്വനിക്കുമ്പോൾ എന്നെ വീണ്ടെടുക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്നലെ സഹിച്ചാലും ഇതിന്റെ പ്രതിഫലം കാണാൻ ഒരു രാജാവുണ്ടെന്ന് അവൻ അപ്പോസ്തലനായ പൗലോസിന് അറിയാമല്ലോ. അതാണ് അവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നത്. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ദൈവസഭയെ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടട്ടെ. ഇനി ഞാൻ ജീവിക്കുവാണെങ്കിൽ എന്റെ ക്രിസ്തുവിന് വേണ്ടി, ഇനി ഞാൻ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ സ്തോത്രം. ഇനി ഞാൻ എന്ത് നേടിയാലും അതെന്റെ ക്രിസ്തുവിന് വേണ്ടി. ഇനി ഞാൻ എത്ര ശരീരത്തിൽ അവൻ ഞാൻ പിൽസ് കഴിച്ചാലും കിട്ടുന്ന എനർജി എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുമെന്ന ഇതുപോലത്തെ ഒരു തീരുമാനം എടുത്തേ. രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നെ വിടുവിച്ചില്ലേ, ഭാരത്തിന്റെ പടുകുഴിയിൽ നിന്നെ ഉയർത്തിയില്ലേ, അവൻ മരണത്തിന്റെ അവൻ കുഴിയിൽ നിന്നെ ഉയർത്തിയില്ലേ. ഹല്ലേലൂയ. കടക്കുന്ന അവസ്ഥയിലും എന്നേക്കുമായി കടക്കാനുള്ള അവസ്ഥയിലും നിന്നെ കൈപിടിച്ച് നിന്നെ ഉയർത്തിയല്ലേ. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൽ ജീവിക്കാൻ, ക്രിസ്തുവിൽ ജീവിക്കാൻ, ക്രിസ്തുവിൽ ജീവിക്കാൻ, ഒരു സാക്ഷിയായി ജീവിക്കാൻ, ഒരു സാക്ഷിയായി ജീവിക്കാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ദൈവത്തിന്റെ സാക്ഷിയായി എനിക്ക് ജീവിക്കണം? ഈ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുമ്പോൾ മരണത്തെ നീ ഭയക്കില്ല, കോവിഡിനെ നീ പേടിക്കില്ല, നിമോണിയ നീ പേടിക്കില്ല, ഒരു രോഗത്തിന്റെ ഈ ലോകത്തിന്റെ ഓരോ പദ്ധതികളെ നീ പേടിക്കില്ല. കാരണം നീ പറയുക, ഇന്ന് വരെ ഞാൻ ജീവിച്ചത് എന്റെ ക്രിസ്തുവിന് വേണ്ടിയാ, ഇന്ന് വരെ ഞാൻ ജീവിച്ചത് എന്റെ രാജാവിന് വേണ്ടി, ഇന്ന് വരെ ഞാൻ ജീവിച്ചത് എന്റെ യഹോവയ്ക്ക് വേണ്ടി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്രിസ്തു ജീവിക്കുന്നു, എന്റെ ദൈവം ജീവിക്കുന്നു. മരണത്തിനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. അവൻ ഒരു പിഴപ്പോസിനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. ഒരു ഹെരോദിനെ പോലും പിടിച്ചടക്കി വെക്കാൻ സാധിച്ചില്ല. അവൻ ഉയർക്കുമ്പോൾ, ഭൂമി കുലുങ്ങിയപ്പോൾ, പാറകൾ ഇടിഞ്ഞു വീഴുമ്പോൾ പിശാചിനെ മനസ്സിലായ ഇവന് അവൻ ഒരേ ഒരു ദൈവത്തിന്റെ പുത്രനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ
കൊരിന്ത്യൻസ് അതിന്റെ 10:31 വാക്യം ഞാൻ വായിച്ചോളാം, സമയമില്ല. അതിൽ വായിക്കുന്നു, so whether you eat or drink or whatever you do it all for the glory of God. നീ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നീ എന്തുവാണ് ചെയ്തത്? നീ കഴിക്കുമ്പോൾ, നീ കുടിക്കുമ്പോൾ, നീ എന്ത് ചെയ്താലും നീ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ നീ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നത് പറഞ്ഞാൽ ആദ്യം നീ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്റെ ജീവിതം നീ മാറ്റിവെക്കുന്നു. രണ്ടാമത്തത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്റെ പ്രവൃത്തിയാണ്. ആമേൻ. ഞാൻ എന്ത് ചെയ്താലും എന്റെ ദൈവത്തെ ഞാൻ ഘോഷിക്കുന്നു. ഞാൻ പറയട്ടെ, ഇത്ര വലിയ ലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എത്രമാത്രം അത്ഭുതങ്ങൾ അടയാളങ്ങളും അപ്പോസ്തലനായ പൗലോസ് ചെയ്തു. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു സമയം പോലും അഹങ്കരിക്കാതെ, ഒരു സമയം പോലും സ്വന്തത്താൽ പുകഴ്ത്താതെ അവൻ എന്നേക്കുമായ കർത്താവിന്റെ പാതയിൽ ഒരു വിശ്വസ്തനായ ദാസന്റെ പോലെ നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച അവൻ അപ്പോസ്തലനായ പൗലോസ് ചെയ്തത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തിയിലും അദ്ദേഹത്തിന്റെ എല്ലാ സംസാരത്തിലും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2021 അവൻ സ്വതന്ത്രം ഏപ്രിൽ അവസാന മാസം മുതൽ ഈ ദൈവസഭ തീരുമാനമെടുക്കുക, ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ അവൻ ഞാൻ ചെയ്യേണ്ടത് എന്റെ എല്ലാ പ്രവൃത്തികളിൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കുന്ന ജീവിതമാണോ? നിങ്ങളുടെ സംസാരം ദൈവത്തെ ഉയർത്തുന്ന സംസാരമാണോ? നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണോ? ആമേൻ. അല്ലെങ്കിൽ ഈ നിമിഷം ദൈവസഭ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് ഞാൻ കഴിക്കുന്നതും ഞാൻ കുടിക്കുന്നതും ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ലേഖനത്തിൽ പറയുന്നത്, നീ എന്ത് ചെയ്താലും യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയെ സ്തുതിക്കുവിൻ. കോവിഡാൽ നീ ഭാരപ്പെട്ടാലും എന്റെ ദൈവമേ, യോബിന്റെ ജീവിതത്തിൽ ഒരു അവസ്ഥ വന്നു. അവൻ പൊട്ടി രക്തം ഇറങ്ങുന്ന അവസ്ഥയിൽ, അവൻ ചൊറിയുന്ന അവസ്ഥയിൽ, അന്ന് നന്മകളെല്ലാം കൈവിട്ടപ്പെടും. യോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. അവൻ ദൈവമേ നീ തന്നു, ദൈവമേ നീ എടുത്തു. അവൻ സ്വന്തം ഭാര്യ കുറ്റം പറഞ്ഞ് നിനക്ക് പോയി ചത്തൂടെ, അവൻ നിന്റെ ദൈവത്തെ ഒന്ന് കുറ്റം പറഞ്ഞൂടെ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഭാര്യയോട് പറയുന്നു, നീ അറിയുന്നില്ല, പക്ഷെ എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. ഒന്നുകിൽ വായ്മയിൽ എന്നെ പിടിച്ചു നിർത്തിയ ദൈവം അവൻ സ്വന്തം ഒരു പുഴു പോലെയായി എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉളവാകുന്ന നിമിഷം മുതൽ, ഞാൻ വീണ്ടും പറയട്ടെ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്ന മുൻപ് തന്നെ എന്റെ ദൈവത്തെ എന്നെ അറിഞ്ഞു, എന്റെ ദൈവത്തിന് എന്നെ അറിയാം. പേര് ചൊല്ലി എന്നെ അവൻ വിളിച്ചു. അവൻ നാശകമായ കുഴിയില്ല എന്നേക്കുമായി എന്നെ വിടാതെ എന്നെ പിടിച്ചു ഉയർത്തിയ ദൈവത്തെ നിന്റെ ജീവിതം കൊണ്ട് നിനക്ക് അവനെ മാനിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജീവിതം കൊണ്ട് അവനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഞായറാഴ്ച ഈ സമയം ഒരു തീരുമാനമെടുത്ത് ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുവാണെങ്കിൽ, ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുവാണെങ്കിൽ, ലേഖനത്തിൽ എഴുതിയ പോലെ കഴിക്കുവാണെങ്കിലും കുടിക്കുവാണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. So what does it mean? Submit to the plan of God. ആദ്യം. രണ്ടാമത്തെ കാര്യം, നിന്റെ പ്രവൃത്തി എന്താണെങ്കിലും അവൻ ദൈവത്തെ ഉയർത്തുന്ന പ്രവൃത്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സാധാരണമായ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ സഭയിൽ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കും. പക്ഷെ ഭവനത്തിൽ എത്തിക്കഴിയുമ്പോൾ അവൻ അവരുടെ വിധം മാറും. ഹല്ലേലൂയ. ആ ഒരു 2 മണിക്കൂർ സഭായോഗം കഴിഞ്ഞ 2 മണിക്കൂർ ഭയങ്കര സമാധാനം. പക്ഷെ 5ാമത്തെ മണിക്കൂർ വീണ്ടും പഴയ ജീവിതത്തിലോട്ട്. ഹല്ലേലൂയ. എന്തിനെ നിന്നെ ഞാൻ കെട്ടി, എന്തിനെ നിന്നെ ഞാൻ ജീവിക്കുന്നു, ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ എന്തിനാണ് എനിക്ക് വന്നത്, ഇതുപോലത്തെ മാതാപിതാക്കൾ എന്തിനാണ് എനിക്ക് കിട്ടിയത്, ഇത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയങ്ങൾ. പക്ഷെ ഞാൻ പറയട്ടെ, അവൻ സ്തോത്രം, നിന്റെ ജീവിതത്തിന്റെ എല്ലാം യാത്രയിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം നീ അറിയാതെ എന്റെ തലയുടെ ഒരു മുടി പോലും ഇറങ്ങി പോകില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആമേൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആമേൻ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഉത്തരം കണ്ടൻസ് ചെയ്ത് പറയുന്നു. ആമേൻ. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. യു ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
എന്താ എന്റെ മീനിങ് സജിത്തെ? What does it mean to depend on the body of Christ? ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മേൽ നമ്മൾ ആശ്രയിക്കണം. What does it mean? What is the body of Christ? അവന്റെ സഭ. അവന്റെ സഭയാണ് the body of Christ. Hallelujah. ഇതിന് നല്ലൊരു എക്സാമ്പിൾ 1 കൊരിന്ത്യൻ 12:25 തൊട്ട് 26 വരെ ആമേൻ പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നു 25ാമത്തെ വാക്യം, there should be no division in the body, but that its parts should have equal concern for each other. 26ാമത്തെ വാക്യം, if one part suffers, every part suffers with it. If one part is honored, every part rejoices with it. ക്രിസ്തുവിൽ ജീവിക്കുന്നത് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂടെ ആമേൻ ഒരു ബന്ധം എപ്പോഴും നിലനിർത്തുന്നു. സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയ ഫാഷനാണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതം. ഞാൻ പെന്തക്കോസ്ത് ജീവിതമല്ല പറഞ്ഞത്, ഇന്നത്തെ ക്രിസ്തീയ ജീവിതം. ആമേൻ, സ്തോത്രം. ഞാൻ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, സൈത്തൻ നീ ആരാ? നീ പെന്തക്കോസ്തുകാരാണെന്ന് ചോദിക്കും. ഞാൻ പറയാം പെന്തക്കോസ്തുകാരാണെന്ന് പറയും. എന്റെ ദൈവം, സൈത്തൻ നീ എന്നോടായി പറയുന്നത്? എന്നോട് ചോദിക്കും നീ പെന്തക്കോസ്തുകാരനാണോ? ഞാൻ പെന്തക്കോസ്തുകാരനല്ല. ഐ ആം നോട്ട് എ പെന്റിക്കോസ്റ്റ്. പെന്റിക്കോസ്റ്റ് റിലീജിയൻ ഒരു അനുഭവമാണ്. സോ ഐ ആം നോട്ട് പാർട്ട് ഓഫ് എ റിലീജിയൻ. ഐ ആം പാർട്ട് ഓഫ് എ മൂവ്മെന്റ്. ഞാനൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ്. What am I? I am a child of God. നീ ആരാ? ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്. This is what I like to be called as. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ദൈവത്തിന്റെ മകനായി ആ പേര് എനിക്ക് കേൾക്കണം? കാഹളം തോണിക്കുമ്പോൾ ഒരിക്കലും ദൈവം പറഞ്ഞില്ല, പെന്തക്കോസ്തുകാരെ വന്നോ, പെന്തക്കോസ്തുകാരെ വന്നോ. നോ, ദൈവം എന്റെ മക്കളെ അങ്ങനെ ദൈവം സംബോധന ചെയ്തത്. You are my children, adopted for sonship. Amen. അല്ലേ? വചനത്തിൽ എഴുതിയിട്ടുണ്ടോ adopted to be Pentecostals? Adopted. You're adopted. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, റിജക്ട് ചെയ്തു നിന്നെ. ലോകം റിജക്ട് ചെയ്തു, പക്ഷെ ദൈവം നിന്നെ അഡോപ്റ്റ് ചെയ്യും. ക്രിസ്തു നിന്നെ അഡോപ്റ്റ് ചെയ്യുക. ക്രിസ്തു നിന്നെ തള്ളി കളയുന്നില്ല. ക്രിസ്തു നിന്നെ അഡോപ്റ്റ് ചെയ്യുക. അഡോപ്റ്റ് ചെയ്യുക what? To be his son, to be his daughters. അതുകൊണ്ട് I am a child of God. Hallelujah. നാളെ ആരെങ്കിലും ചോദിച്ചാൽ നീ പെന്തക്കോസ്തുകാരനല്ലേ? അനുഭവത്തിലാണ്, പക്ഷെ വാസ്തവമായി I am a child of God. Hallelujah. Teachings വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കൺഫ്യൂസ് ചെയ്ത് ഒരു പായസത്തിന്റെ പരവമാക്കി വെച്ചിരിക്കുക. ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം. ചിലവർക്ക് ആ ടേസ്റ്റ്, ചിലവർക്ക് പാൽ പായസം ഇഷ്ടം, ചിലവർക്ക് സ്വതന്ത്രം സേമിയ പായസം ഇഷ്ടം, ചിലവർക്ക് സ്വതന്ത്രം വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പായസം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് അത് ഇഷ്ടമാണ്, അത് കഴിക്കും. എനിക്ക് ഇത് ഇഷ്ടമാണ്, പായസമാണ്, പക്ഷെ വെറൈറ്റികളും ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ആണ്, പക്ഷെ അനേക ഫിലോസഫീസ് ഉണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാൻ പറയുന്നത്. സ്തോത്രം. You have to follow the gospel of God. പ്രസംഗിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ രാജ്യത്തിനെ പറ്റി. If you want to be called somebody, you should be called as a child of God. Amen. Hallelujah. When you are the child of God, നീ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി നിൽക്കണം. നമ്മളെല്ലാവരും ദൈവം ഒരു ഭാഗമായി വെച്ചിരിക്കുക. എന്റെ ഈ കൈക്ക് പറയാൻ സാധിക്കത്തില്ല എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ പ്രവൃത്തി എന്റെ റൈറ്റ് ഹാൻഡ് ചെയ്യുന്നത്. വെള്ളം കുടിക്കാൻ, ചോറ് കഴിക്കാൻ, സ്വതന്ത്രം കഥ ഓർക്കാൻ, വണ്ടി ഓടിക്കാൻ എന്റെ ഈ കൈയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ലെഫ്റ്റ് ഹാൻഡിന് എനിക്ക് വേണ്ടത് ഒരിക്കലും റൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഇന്നത്തെ പുതിയ ഫാഷനാണ്. എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ നല്ല ജോലിയിലാണ്, എനിക്ക് സഭ വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള സഭയിൽ ഞാൻ പോകും, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിൽ ഞാൻ പോകും. ഇതൊരു ഫാഷനാണ്. ചിലവരുണ്ടല്ലോ which church you belong, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ചർച്ചിൽ ഞാൻ പോകും. Amen. That is not a fashion. You are part of the body of Christ. Hallelujah. ഒരിക്കലും നിനക്ക് പറയാൻ സാധിക്കത്തില്ല ഇന്ന് ഈ കൈക്ക് പറയാൻ പറ്റുമോ സജിത്തെ ഗുഡ് ബൈ, ഞാൻ ഇവിടെ ഇറങ്ങി ഞാൻ ആ കൈയോട്ട് പോകാൻ പോകുന്നു പറയാൻ പറ്റുമോ? No, he cannot go. He is part of me. Hallelujah. നട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. Hallelujah. So ഞാൻ അതിലോട്ട് പോകുന്നില്ല. നട്ടിരിക്കുന്ന ഉദ്ദേശം എന്താണ്? അതിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം ഈ ദൈവസഭയ്ക്ക് നല്ലോണം അറിയാം എന്തിനാണ് നട്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായിരിക്കണം. സ്തോത്രം. എന്തിനാണ് അതിന്റെ ആവശ്യം? അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നിങ്ങൾ ശരിക്കും സ്തോത്രം കണ്ടോണം. കൊളോസ്യർക്കാണെങ്കിലും എഫേസ്യർക്കാണെങ്കിലും സ്തോത്രം ഫിലിപ്പിയർക്കാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും
അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്, എനിക്ക് വേണ്ടി pray for me too and I pray for you. ഒരു പരസ്പരം പ്രാർത്ഥനയുണ്ട്. So when you're living in Christ, you got to pray for each other. Hallelujah. When you live in Christ, you got to be part of the church. Stotram. Hallelujah. I mean, Sabha അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് വേണേ ചെയ്യാം, എങ്ങനെ ചെയ്യാം. കോവിഡ് ഇന്ന് പ്രൂവ് ചെയ്തു നിനക്ക് എങ്ങനെയും ജീവിക്കാമെന്നല്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ, നിന്റെ പ്രിയപ്പെട്ടവർ ഒഴിച്ച് അടുത്ത ആള് പ്രാർത്ഥിക്കുന്ന ആരുടെയോ ദൈവസഭ. ഹല്ലേലൂയ. ദേവസഭ. അവയെ സ്വന്തം ചിലപ്പോൾ പ്രിയപ്പെട്ടവരും കാണത്തില്ല പ്രാർത്ഥിക്കാൻ. പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. പക്ഷെ ദൈവസഭയിൽ നിനക്കത് പറയാം. ദൈവസഭയിൽ നിന്ന് നിനക്ക് പറയാം, എനിക്ക് പ്രാർത്ഥനയുണ്ട്, എനിക്ക് വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ജനങ്ങൾ എനിക്ക് സാക്ഷ്യം പറഞ്ഞത്? എനിക്ക് വിഷയമുണ്ട്. വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരാൾ സന്തോഷിക്കുവാണെങ്കിൽ മറ്റവനും സന്തോഷിക്കണം, ഒരാൾ വേദനിക്കുവാണെങ്കിൽ മറ്റവനും വേദനിക്കണം. അമ്മേ, മറ്റവൻ വേദനിക്കുമ്പോൾ നീ സന്തോഷിക്കണമെന്നല്ല, മറ്റവൻ സന്തോഷിക്കുമ്പോൾ നീ വേദനിക്കണമെന്നല്ല. ഇതാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു നന്മയുണ്ടായി എനിക്ക് ഭയങ്കര അസൂയ, ഇദ്ദേഹത്തിന് രോഗം വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം. രോഗം പോട്ടെ, ഒരു സ്വന്തം പണത്തിന്റെ ഫൈനാൻഷ്യലായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവൻ ഇത് വേണം എന്ന് പറയുന്നു. പക്ഷെ ദൈവവചനം പറഞ്ഞതല്ല. ഇദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടായാൽ ഞാനും വേദനിക്കണം, ഇദ്ദേഹത്തിനൊരു സന്തോഷമുണ്ടായാൽ ഞാനും സന്തോഷിക്കണം. അതാണ് നീ ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആമേൻ. അവൻ വേദനിക്കുമ്പോൾ നീ സന്തോഷിക്കുവാണെങ്കിൽ ക്രിസ്തുവിലല്ല നീ ജീവിക്കുന്നത്. നീ ഇപ്പോഴും ജീവിക്കുന്നത് ലോകത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചാണ്. എവിടോ ലോകത്തിന്റെ എന്തോ വേറെ ഇപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ട്. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് അത് ബോധിപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സഭ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ചില കെട്ടുകൾ അഴിയണമെങ്കിൽ, അവൻ ചില ബന്ധനങ്ങൾ മാറണമെങ്കിൽ, ചില രോഗങ്ങൾ മാറണമെങ്കിൽ, അവൻ വിളിക്കുന്ന ദൈവമക്കൾ പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ ആലയം. അതിനെ വിളിക്കുന്നത് the church. അതിനെ വിളിക്കുന്നത് the church. അവനെ സ്വന്തം വിളിക്കുന്നത് the church of Jesus Christ. സജിത്തിന്റെ ചർച്ച് അല്ല, ഈ പാസ്റ്ററിന്റെ ചർച്ച് അല്ല, ഈ അച്ഛന്റെ ചർച്ച് അല്ല. പക്ഷെ ചർച്ച് എന്റെ യേശുവിന്റെ സഭ. യേശുവിന്റെ സഭ. അവിടെ പാർക്കുന്ന ദൈവജനങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലവരുടെ ചെങ്കല പൊട്ടും കേട്ടോ. ആ ദൈവസഭ ഒന്ന് പ്രാർത്ഥിച്ചാൽ ചിലവർ അഭിഷേകം ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. ആ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സുവിശേഷത്തിന് വേണ്ടി വിടുന്ന അവൻ ചില ദിവസങ്ങളിൽ വരും. അതുകൊണ്ട് വേണ്ടി ക്രിസ്തുവിൽ ജീവിക്കുവാണെങ്കിൽ സഭായോഗം, സഭ ആരാധന, എല്ലാ മീറ്റിംഗുകൾ, എല്ലാ സുവിശേഷങ്ങളുടെ ഇവാഞ്ചലിസത്തിന്റെ ഒരു പാർട്ടായി നിൽക്കണം. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ട് യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഞാൻ പറയുന്ന സത്യമാണോ എന്ന് അറിയണമെങ്കിൽ, ഞാൻ പറയുന്ന സത്യമാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ആമേൻ. സ്തോത്രം. ഫിലിപ്പിയരുടെ ലേഖനത്തിന്റെ ഹല്ലേലൂയ 1:19 വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഈ 1:19 അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. സ്തോത്രം. For I know that through your prayers, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അംഗീകരിക്കുന്ന, അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അന്യോന്യം പ്രാർത്ഥിക്കണം. അദ്ദേഹം വലിയൊരു ശുശ്രൂഷകനാണ്. എവിടെ പോയാലും അനേക സമയം സ്തോത്രം. അദ്ദേഹത്തിന്റെ പറ്റി ഞാൻ ഇത് കേട്ടതാണ്, സത്യമുള്ള കാര്യമാണ്, പക്ഷെ കേട്ടതാണ്. എന്റെ പോലെ ഇങ്ങനെ എനർജി എടുത്ത് പ്രസംഗിക്കുന്ന ഒരാളല്ലായിരുന്നു ആ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ. വളരെ ശാന്തമായി പ്രസംഗിക്കുന്ന, പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുമ്പോണ്ടല്ലോ ആമേൻ, ആ സഭ ഇളകുമായിരുന്നു. ആമേൻ. ദുരാത്മാക്കൾ ഇളകുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രോഗങ്ങൾ, ഭാരങ്ങൾ എല്ലാം മാറുന്ന അതുപോലത്തെ അഭിഷേകത്തിൽ നിന്ന ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ. സ്തോത്രം. ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം തികഞ്ഞവനാണെന്ന് പറഞ്ഞില്ല.
ആമേൻ, ഞാൻ കർത്താവിന്റെ കൂടെ ഡയറക്റ്റ് സംഭാഷണം നടത്തുന്നു. ആമേൻ, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ധാരണയിൽ നിന്നവനല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം. ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നീ ആദ്യം ചെയ്തത് എന്താണെന്നറിയാം? യു സബ്മിറ്റ് ടു ദ പ്ലാൻ ഓഫ് ഗോഡ്. നീ രണ്ടാമത്തത്, ആമേൻ, നീ ദൈവത്തെ ഉയർത്തും. ഹല്ലേലൂയ. മൂന്നാമത്തത്, ദൈവസഭയുടെ ഒരു ഭാഗമായി നിൽക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയട്ടെ, 1 മണിക്കൂർ പ്രസംഗമാണ്. 20 മിനിറ്റിനുള്ളിൽ ഞാൻ അടിച്ച് കംപ്രസ് ചെയ്തത്. സ്തോത്രം. കാരണം എനിക്ക് ശക്തമായ ദൈവത്തിന്റെ ആമേൻ ഒരു ആലോചനയുണ്ട്. സ്തോത്രം. ആമേൻ, ഞാൻ ദൈവത്തിന്റെ പെർമിഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. ആമേൻ, സ്തോത്രം. ആമേൻ, അവസാനം ഞാൻ ഒരു വാക്യം പറയട്ടെ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2:14-15 വാക്യം വായിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിക്കുന്നവന് കർത്താവ് തരുന്ന ഒരു ഇൻസ്പിറേഷൻ, കർത്താവ് തരുന്ന ഒരു വാഗ്ദത്തം എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്യമാണ് 14ാമത്തെ വാക്യം. He cancelled the charge of your legal indebtedness which stood against us and condemned us. He has taken it away, nailing it to the cross. And having disarmed the powers and authorities, he made a public spectacle of them. ക്രിസ്തുവിൽ ജീവിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഞാൻ വീണ്ടും പറയട്ടെ, ആമേൻ, നിങ്ങളുടെ ഈ തണുത്തു പോകുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല നിങ്ങൾക്ക്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ മക്കൾക്ക് തരുന്ന ഒരു അവകാശം ഞാൻ പറയട്ടെ. സ്തോത്രം. ഒരു അധികാരം, ഒരു റിയാക്ഷൻ കിട്ടുന്നില്ലല്ലോ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ആമേൻ ഉയർത്തുന്നവർക്ക് അവരോട് ഞാൻ പറയുന്നു, 14ാമത്തെ വാക്യത്തിൽ, നിന്റെ എല്ലാം ഇൻഡെറ്റിനെ, നിന്റെ എല്ലാം കടത്തെ, നിന്റെ എല്ലാം രോഗത്തെ, നിന്റെ എല്ലാം ഭാരത്തെ, നിന്റെ എല്ലാം പ്രശ്നത്തെ, നിന്റെ എല്ലാം ഇൻസൾട്ടിനെ, നിന്റെ എല്ലാം റിജക്ഷനെ, ആമേൻ, സ്തോത്രം, ഞാൻ ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ക്യാൻസൽ മാത്രമല്ല, ക്രൂശിൽ അതിനെ ഞാൻ തളച്ചു. ഹല്ലേലൂയ. I nailed it on the cross. ഹല്ലേലൂയ. ആമേൻ. ഇത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് 15ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാം അധികാരത്തെ, എല്ലാം അതോറിറ്റീസിനെ, എല്ലാം പവേഴ്സിനെ, അവന്റെ കയ്യിലിരിക്കുന്ന അധികാരം ഞാൻ എടുത്ത് അവന്റേത്. ആമേൻ. അവനെ നിന്നെ വന്ന് പേടിപ്പിക്കാനേ സാധിക്കത്തുള്ളൂ, നിന്നെ വന്ന് ഭീഷണിപ്പെടുത്താനേ സാധിക്കത്തുള്ളൂ. പക്ഷെ അവന്റെ കയ്യിൽ അധികാരമില്ല. കാരണം അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ, ക്രൂശിൽ ഞാൻ അവിടെ ഇരുന്നപ്പോൾ, അവൻ എല്ലാം ശാപത്തെയും, ഹല്ലേലൂയ, എല്ലാം രോഗത്തെയും, എല്ലാം ദുഷ്ടന്റെ പദ്ധതികളെയും അവൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് ക്യാൻസൽ ചെയ്തു. അവൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ക്യാൻസൽ ചെയ്തു, ക്യാൻസൽ ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇത് മനുഷ്യനുണ്ടാക്കിയ വാക്കമല്ല. ബൈബിളിൽ പറയുന്നു, I cancel the charges. അധികാരമില്ലാത്തവർ നിന്റെ കുടുംബത്തിൽ സമാധാനം തരാൻ അവൻ സ്തോത്രം. നിന്നെ വ്യാപരിക്കില്ല, ദുരാത്മാക്കള, ഹല്ലേലൂയ, ഈ നിമിഷം ഓർമ്മ നീ പറ, അതിന്റെ അധികാരത്തെ, അതിന്റെ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പറ, ഈ ദേവസഭ അന്യഭാഷയിൽ അല്പസമയം ആരാധന ചെയ്യാത്ത ഈ ദേവസഭ അല്പനേരം ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്മരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഇത് അപ്പോസ്തലൻ പൗലോസ് വെറുതെ പറഞ്ഞതല്ല. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് ഇത് വെറുതെ ഉണ്ടാക്കിയ വചനങ്ങളല്ല. ഇത് ക്രിസ്തുവിനെ കിട്ടിയ വെളിപ്പാടാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വീണ്ടും ദൈവസഭയുടെ പറയട്ടെ, മനുഷ്യനുണ്ടാക്കിയ വചനങ്ങളല്ല, ഇത് ക്രിസ്തുവിന്റെ ലഭിച്ച വെളിപ്പാടാണ്. ഇത് അപ്പോസ്തലൻ പൗലോസിന് കിട്ടിയ വെളിപ്പാടാണ്. ഇത് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ വാസ്തവമായി ക്യാൻസൽ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവസഭ ഒരുമിച്ച് glory, ആരാധിച്ചാലും അവൻ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമം
നാമത്തിൽ എല്ലാ പദ്ധതികൾ ക്യാൻസൽ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നീ വാഗ്ദാനം ഏറ്റെടുക്ക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് കൊണ്ടുവന്ന സ്ട്രെസ്സുകൾ നിനക്ക് കൊണ്ടുവന്ന ടെൻഷനുകൾ വീണ്ടും നിന്നെ ഡിപ്രഷനിലൊക്കെ വീഴാണ് പക്ഷെ അതിൽ വീഴാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നവർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നവർ നിന്റെ ഡിപ്രഷന് വീഴാതെ ഡിപ്രഷന് വീഴ്ത്താതെ ഒന്നിന്റെ പുറകെ നിന്റെ വീഴ്ത്തുന്ന വിഷയങ്ങളെ നോക്കി കർത്താവായ ദൈവം ക്രൂശൻ തറച്ചതിനെ കർത്താവായ യേശു ക്രൂശൻ തറച്ചതിനെ അവൻ ആ വിഷയത്തെ നോക്കി യേശുവിൻ നാമത്തിൽ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള